നമസ്കാരം. വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ നിറഞ്ഞ സദസ്സിന് മുമ്പേ നിൽക്കുന്നത്. മദ്യവും മയക്കുമരുന്നും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും യുവതലമുറയെ ഈ ദുരന്തത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കുവാനും ഏറ്റവും കൂടുതൽ ആവശ്യം ബോധവൽക്കരണമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ജാലവിദ്യാ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവർ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട കാണികളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു ജാലവിദ്യാ പരിപാടി അല്ല ഇത്. പടുകൂറ്റൻ സെറ്റുകളോ ലൈറ്റ് സൗണ്ട് സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ പകൽ വെളിച്ചത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ജാലവിദ്യാ പരിപാടി. മാജിക്കിന്റെ സൗന്ദര്യത്തിനോ പ്രസന്റേഷനോ ഒന്നും പ്രാധാന്യം കൊടുക്കാതെ നേരെ മറിച്ച് നിങ്ങളിൽ ഒരാളായി, നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളോട് പറയുവാനുള്ള ചില കാര്യങ്ങൾ ഇന്ദ്രജാലത്തിലൂടെ പറയുന്നു എന്ന് മാത്രം. നമുക്കറിയാം, ഈ ഭൂമുഖത്ത് ആരും തന്നെ പിറന്നു വീഴുന്നത് ഒരു മദ്യപാനിയായിട്ടോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനായിട്ടോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവനായിട്ടോ അല്ല. നേരെ മറിച്ച് പ്രലോഭനങ്ങളാണ്, സാഹചര്യങ്ങളാണ് ഒരാളെ പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. ആദ്യമായി രുചിച്ചു നോക്കുന്ന ഇത്തിരി മദ്യം, ആദ്യമായി ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ഒരു ഡോസ് മയക്കുമരുന്ന്, ആദ്യമായി വലിക്കുന്ന ഒരു സിഗരറ്റ്, അവിടെയാണ് ഒരു വലിയ ദുരന്തത്തിലേക്ക് അയാൾ കാലെടുത്ത് വെക്കുന്നത്. പക്ഷേ ഒരു ദുരന്തത്തിലേക്കാണ് താൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം ആ സമയത്ത് അയാൾ ഓർക്കുന്നില്ല. ഒരു മദ്യപാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു മദ്യപിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഒരു സുഖത്തിന് വേണ്ടി. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം കഴിച്ചിട്ടില്ല, മദ്യം രുചിച്ചു നോക്കിയിട്ട് പോലുമില്ല, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടില്ല, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല. പക്ഷേ എന്റെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു സുഖക്കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സുഖത്തിന് വേണ്ടി എന്നുള്ള വാദം തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ ഇതുകൊണ്ട് സുഖം അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഓരോ കണികയും വിൽക്കപ്പെടുമ്പോൾ പണക്കൊഴുപ്പിൽ നിന്ന് പണക്കൊഴുപ്പിലേക്ക് കുതിക്കുന്ന ഒരു കൂട്ടർ. കൊടുക്കുന്നവർ കോടീശ്വരന്മാരാവുകയും കഴിക്കുന്നവർ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്ന ദുരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഇന്ദ്രജാല പരിപാടിയിലും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് സത്യപാലൻ എന്ന കഥാപാത്രമാണ്. ആ സത്യപാലൻ മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു, സുന്ദരനായ ഒരു വിദ്യാർത്ഥി. പഠനത്തോടൊപ്പം തന്നെ കായിക രംഗത്തും കലാരംഗത്തും പ്രാവീണ്യം തെളിയിച്ച വിദ്യാർത്ഥി, നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥി. പക്ഷേ ഏതോ ഒരു ദുർനിമിഷത്തിൽ കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി യൗവനത്തിന്റെ ചാഞ്ചല്യത്തിൽ ആദ്യമായി മയക്കുമരുന്ന് എന്താണ് എന്നറിയുന്നതിന് വേണ്ടി ഒരു ഡോസ് മയക്കുമരുന്ന് ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അവിടെ തുടങ്ങുന്നു സത്യപാലന്റെ ദുരന്തയാത്ര. ആ യാത്രയാണ് ഈ ഇന്ദ്രജാല പരിപാടിയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കാണുക സത്യപാലന്റെ ഈ കഥ.
ഇത് മയക്കുമരുന്നിന് അടിമയായ സത്യപാലന്റെ ഇന്നത്തെ ചിത്രം. അയാളുടെ രൂപവും ഭാവവും ആകെ മാറി തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ ഡോസ് മയക്കുമരുന്ന് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന സമയത്ത് അയാൾ ഓർത്തിരുന്നില്ല ഈ ഒരു ദുരന്തത്തിലേക്കാണ് താൻ യാത്ര ചെയ്യുന്നത് എന്നുള്ള കാര്യം. പക്ഷേ ഒരൊറ്റ ഡോസ് മയക്കുമരുന്ന് മതി ഒരാളെ അതിന്റെ അടിമയാക്കുവാൻ. കാരണം മയക്കുമരുന്നിൽ അടങ്ങിയിരിക്കുന്നത് മുഴുവൻ രാസപദാർത്ഥങ്ങളാണ്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്ന രാസപദാർത്ഥങ്ങൾ. മയക്കുമരുന്ന് പോലെ തന്നെ ഈ കേരളക്കരയെ മുഴുവൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു വിപത്താണ് പുകയില ഉൽപ്പന്നങ്ങൾ. പാൻ പരാഗിന്റെയും പാൻ മസാലയുടെയും രൂപത്തിൽ, സിഗരറ്റിന്റെ രൂപത്തിൽ ആകർഷകമായ പാക്കറ്റുകളിൽ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് പുകയില ഉൽപ്പന്നങ്ങൾ. ഗുജറാത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കിയപ്പോഴാണ് ആദ്യമായി അവിടുത്തെ കുത്തക കമ്പനികൾ പാൻ പരാഗും പാൻ മസാലയും പടച്ചുവിട്ടത്. അത് ഗുജറാത്തിൽ നിന്ന് കത്തിപ്പടർന്ന് നമ്മുടെ ഭാരതത്തിലുടനീളം കാട്ടുതീ പോലെ പടർന്നു. ഇന്ന് കേരളത്തിലുള്ള സ്കൂളിന്റെ തൊട്ടടുത്തുള്ള കൊച്ചു കടകളിൽ പോലും പാൻ പരാഗും പാൻ മസാലയും ശംഭുവും ഹാൻസും ഒക്കെ മാലരൂപത്തിൽ ലഭ്യമാണ്. കൊച്ചു കുട്ടികൾ വരെ അത് എന്താണ് എന്നറിയാതെ പൊട്ടിച്ച് വായിലേക്കിടുന്നു. അതിൽ ചേർത്തിരിക്കുന്ന പൊടികൾ വായിൽ മുറിവുണ്ടാക്കി രക്തത്തിലേക്ക് മയക്കുമരുന്ന് അലിഞ്ഞിറങ്ങുന്നു. വലിയൊരു രോഗത്തിനാണ്, അർബുദ രോഗത്തിനാണ് താൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ആ കുട്ടികൾ അപ്പോൾ അറിയുന്നില്ല. സത്യപാലനും യാത്ര ചെയ്തത് പുകയില ഉൽപ്പന്നങ്ങളുടെ ലോകത്തേക്കായിരുന്നു. കാരണം ഒരു ദുശ്ശീലത്തിന് അടിമപ്പെട്ടാൽ മതി, പിന്നെ ദുശ്ശീലങ്ങൾ കൂടെ വരും. സത്യപാലന്റെ ഈ ചിത്രം കാണുക ഇവിടെ.